കൺസ്ട്രക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ 2-3 ഇൻറ്റീരിയേഴ്സിനെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലെമണാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് തോന്നിയത്. പിന്നെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഡിസൈൻ അതിൻ്റെ കൂടെ തന്നെ പോകണമെന്ന് ഭയങ്കര തോന്നുന്നതായിരുന്നു. എങ്കിലും നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്ഷൻ കിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ഡിസൈൻ ആർക്കിടെക്റ്റിനെ കൂടുതൽ തന്നെ ലെമണിനെ നമ്മൾ ഓൺബോർഡ് ചെയ്തു. അവർ പെട്ടെന്ന് തന്നെ ഒരു 2D തന്നിരുന്നു. അത് ഇവൻച്വലി ഒരു 3Dയിലോട്ട് പെട്ടെന്ന് തന്നെ പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് എൻഡ് പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ കൊടുത്ത റിക്വയർമെൻറ്റ്സ് ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞത് ഇറ്റ് ഷുഡ് ബി ഈസി ടു മെയിൻറ്റെയിൻ. പിന്നെ ഒരു ലൈറ്റ് നന്നായിട്ട് ഫ്ലോ ചെയ്യുന്നൊരു സ്പേസ് വേണം. അത് പോസിറ്റിവിറ്റിയും പിന്നെ ഒരു ലൈഫ് നന്നായിട്ട് ഫില്ല് ചെയ്യുന്ന പോലെയാണ്. അതൊക്കെ വീട് നോക്കുവാണെങ്കിൽ നല്ലോണം വിൻഡോസ് ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആ 3D വന്നപ്പോൾ വിൻഡോസിൻ്റെ കറക്റ്റ് ആർട്സ് വരണം, അത് കർട്ടൻസ് എന്തൊക്കെ വരണം, എവിടെയൊക്കെ ലൈറ്റ് പോയിന്റ്സ് വരണം, ഇതൊക്കെ ഓൾറെഡി ലെമൺ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവൻച്വലി വന്നപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു കോൺസെപ്റ്റായിട്ട് തന്നെ ഫ്ലോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ടൈം ലൈൻ ഭയങ്കര എടുത്തു പറയുന്നൊരു കാര്യമാണ്. ഇവർ പറഞ്ഞ ടൈം അതിനുള്ളിൽ തന്നെ എല്ലാം ചെയ്തു. ഞങ്ങൾ തന്നെ വിചാരിച്ചു വളരെ ഇതായിരുന്നു ഇവർ ചെയ്ത ഇവരുടെ ഇൻസ്റ്റലേഷൻ ആ ഒരു പ്രോസസ്സ് ആണെങ്കിലും 3D കണ്ട എന്താണോ അതുപോലെ തന്നെ ആ ഒരു ടൈം ഫ്രെയിം അവർ കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. റിക്വയർമെൻറ്റ്സ് ആണെങ്കിലും ലെമൺ നന്നായിട്ട് തന്നെ കൺവേർട്ട് ചെയ്തു. നമ്മൾ കൊടുത്ത റിക്വയർമെൻറ്റ്സ് അധികം നമ്മുടെ ഒരു ഇമാജിനേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ അവർക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ എങ്ങനെ ഏത് കളർ കോമ്പിനേഷൻ വേണം, എങ്ങനെ എവർ ലാസ്റ്റിംഗ് ആയിരിക്കണം, പിന്നെ കൂടുതലും നമ്മുടെ സ്പേസ് മാക്സിമം ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ നമുക്ക് കബോർഡ്സും വേണം, സ്റ്റോറേജും വേണം, അതുപോലെ ഫർണിച്ചറും വേണം. ഇതെല്ലാം ചെയ്താൽ പോലും മാക്സിമം ഒരു ഫ്രീ സ്പേസ് ഉണ്ടായിരിക്കും. അത് നന്നായിട്ട് ഡിസൈനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഒരു ഡിസൈൻ അപ്രിസിയേറ്റ് ചെയ്യാൻ പറ്റില്ല.